എറണാകുളം വരാപ്പുഴ അതിരൂപതയിലെ മാടവനപ്പള്ളിയിൽ കഴിഞ്ഞ 3-4 ആഴ്ചകളായിട്ട് വാർത്തകളിലെല്ലാം ഇടം പിടിച്ചിരിക്കുകയാണ്. ഇവിടെ നടന്നിരുന്ന ഒരു ദിവ്യകാരുണ്യം, വിശുദ്ധ കുർബാനയ്ക്ക് ഒരു പെൺകുട്ടിയിലൂടെ സംഭവിച്ച രൂപമാറ്റമാണ് ഇന്ന് എല്ലാ മാധ്യമങ്ങളിലൂടെയും തന്നെ ചർച്ചയായിരിക്കുന്നതും നിരവധി പേരാണ് ആ ഒരു രൂപമാറ്റം സംഭവിച്ചത് നേരിട്ട് കാണുവാൻ എത്തിയതും കണ്ടതും. ഇന്ന് 4-ാമത്തെ ആഴ്ചയും കഴിഞ്ഞ 3 ആഴ്ചകളിലായി തുടർച്ചയായി ദിവ്യകാരുണ്യ അത്ഭുതം സംഭവിച്ചു. ഈ 4-ാമത്തെ ആഴ്ചയും ഒട്ടനവധി പേരാണ് പള്ളിയിൽ എത്തിയിരിക്കുന്നത്. കാണാനൊക്കെ ആയിട്ട് സംഭവിക്കുമെന്ന് കരുതി തന്നെയാണ് എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളോട് ആധികാരികമായി സംസാരിക്കാൻ തന്നെ നമ്മുടെ ഈ മാടവനപ്പള്ളിയിലെ കൈക്കാരന്മാർ 2 പേര് നമ്മോടൊപ്പം ചേരുകയാണ്. നമസ്കാരം ചേട്ടാ. ഒരുപാട് പേര് പള്ളിയിൽ എത്തുന്നുണ്ട് അല്ലേ? ഇന്ന് ഒരു പള്ളി ചുറ്റും ആളുകളായിരുന്നു, പുറമേ ഇത്രയൊക്കെ ഉണ്ടായിരുന്നു ഇതിനു മുമ്പ്? ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ആളുകൾ വന്നേക്കുന്നത്. ഞാൻ കൈക്കാരനായിട്ട് 6 വർഷത്തോളം ഞങ്ങൾ 2 പേരും കൈക്കാരന്മാരായിട്ട് ജോയിൻ ചെയ്തിട്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ആദ്യത്തെ ഒരു അനുഭവം തന്നെയായിരുന്നു. 3 ആഴ്ചയിൽ ഞങ്ങൾക്ക് തുടക്കം മുതലേ നേരിട്ട് കാണാനുള്ള സന്ദർഭം കിട്ടുകയും ചെയ്യും, അവസരം കിട്ടുകയും ചെയ്യും. അതിന് കർത്താവിനോട് നന്ദി പറയുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇന്ന് ഇപ്പം 2-3 ആഴ്ചയായിട്ട് ചാനലുകാർ ഇവിടെ വന്ന് ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞു. ഇന്നത്തെ സംഭവം നമ്മൾ പ്രതീക്ഷ, കാരണം ഇന്നലെ പെൺകുട്ടിയുടെ അപ്പനും ഞാൻ കൂടി ഒരു മനഃപണ്ഡിത മീറ്റിംഗിൽ വെച്ച് പറഞ്ഞായിരുന്നു, ഇന്ന് മിക്കവാറും സംഭവം കാരണം കുട്ടിക്ക് സ്കൂളിൽ വെച്ച് സംഭവിച്ചു എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇത് അവനെ അനുഭവപ്പെട്ടു തുടങ്ങി. ഇന്നുണ്ടാവും എന്നുള്ള 100% ഉറപ്പായിരുന്നു. കാരണം അതിനു മുമ്പ് തന്നെ ഇവർക്കൊക്കെ ഭയങ്കര ഒരു ഇതുണ്ടാവും, അനുഭവം പോലെ തോന്നിയായിരുന്നു. അങ്ങനെ സെക്കൻഡ് കുർബാനയ്ക്ക് വരികയും അപ്പോൾ ധാരാളം ആളുകളെല്ലാവരും പ്രതീക്ഷിച്ച് നിൽക്കണമായിരുന്നു. അപ്പോൾ അതിനുള്ളിൽ സ്ഥലം, നമ്മൾ ചെറിയ പള്ളിയാണ്, സ്ഥലം വളരെ കുറവാണ്. എങ്കിലും നമ്മൾ ഈ അച്ഛൻ വന്ന ശേഷം നമ്മൾ കസേരകൾ, നേരത്തെ കസേരയൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ എല്ലാവർക്കും വന്ന് മാസ്ക് കൂടാൻ വേണ്ടി കസേരകളൊക്കെ ഉണ്ട്. അങ്ങനെ കസേരയിൽ എല്ലാവരും ഇരിക്കുകയായിരുന്നു. കുട്ടി വന്നേരത്തിൽ തന്നെ കുറേ പേര് വീഡിയോ എടുത്ത് മൊബൈലിൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ തുടങ്ങിയായിരുന്നു. അതിനുശേഷം കൊച്ചിന് ദീപാനം കൊടുത്ത് ഞങ്ങളും ദീപാനം സ്വീകരിച്ച് അകത്തന്നെ നെച്ചത്. അപ്പോഴത്തെ ദീപാനം സ്വീകരിക്കാൻ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ കുട്ടിക്ക് ദീപാനം സ്വീകരിച്ചതിന് ശേഷം എല്ലാവരും ആകാംക്ഷയായിട്ട് ക്യാമറയായിട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ ശല്യപ്പെടുത്തില്ലേ. പിന്നെ അച്ഛൻ്റെ പറയും ഞങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ദീപാനം സ്വീകരിച്ച് എല്ലാവരും വരിവരിയായിട്ട് മാറ്റി വിട്ടുകയായിരുന്നു. ദീപാനം സ്വീകരിച്ച് കുറച്ച് നേരത്തേക്ക് കൊച്ചിനൊരു കുഴപ്പമുണ്ടായില്ല. അപ്പോൾ ഞാൻ അങ്ങനെ വലിയ കുഴപ്പമില്ലാന്ന് ഇരിക്കുകയായിരുന്നു. പിന്നെ കുട്ടിയുടെ അപ്പനും കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി ഇങ്ങനെ കാണിച്ചു, കണ്ണു വെച്ച്. അപ്പം കുട്ടിയുടെ അപ്പനെ വിളിച്ചു, അമ്മനെ വിളിച്ചു, അടുത്ത് വന്ന് നിർത്തിയായിരുന്നു. അപ്പം ഞാനും സോബിനും കൈക്കാരനും കൂടി കുട്ടിയുടെ അടുത്ത് തന്നെ നിന്ന് വെച്ചു. പിന്നെ അച്ഛനെ വിളിക്കാൻ വേണ്ടി പോയിരുന്നു. കൊച്ചച്ഛൻ പോയി അച്ഛനെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ശരിക്കും ലൈവായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് ശരിക്കും നേരിട്ട് കാണാൻ പറ്റി. നല്ലവണ്ണം കുർബാന സ്വീകരിച്ച നാവിൽ തന്നെയാണല്ലോ? നാവിൽ തന്നെ സിസ്റ്ററാണ് കൊടുത്തത്. സിസ്റ്റർ അതിനുശേഷം ഞാൻ ബാക്കിൽ ചെന്ന് നോക്കി, സിസ്റ്റർ കാണുന്നില്ല. സിസ്റ്റർ ആകെ ടെൻഷനായി. സിസ്റ്റർ ബാക്കിൽ പോയി. പിന്നെ ദീപനം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കായിരുന്നു. പിന്നെ 3 ആഴ്ച ഇതുപോലെ തന്നെ നാവില് സ്വീകരിച്ച എല്ലാവരും നാവിൽ നിന്നാണ്, കൊച്ച് കയ്യിൽ സ്വീകരിച്ചതിന് ശേഷമാണ് നാവിലേക്ക് വെക്കുന്നത്. അപ്പൊ ഈ പ്രാവശ്യം അങ്ങനെ വെച്ച് പോയതിന് ശേഷം അപ്പൊ അച്ഛനെ ഇൻഫോം ചെയ്ത് അച്ഛൻ അപ്പൊ തന്നെ വന്ന് എടുത്തു. അപ്പൊ ഞങ്ങളുടെ മുമ്പ് വെച്ച് ഇങ്ങനെ എടുക്കേണ്ടി, കഴിഞ്ഞ പ്രാവശ്യം അത്ര ഇല്ലെങ്കിലും ആ ഫസ്റ്റും സെക്കൻഡ് ടൈമിൽ ഉണ്ടായ പോലെ തന്നെ ഉണ്ടായിരുന്നു. കുട്ടി ഓൾറെഡി ഇതിനു മുമ്പ് തന്നെ ഇങ്ങനെ ഈ കാറ്റഗിസത്തിലായാലും കുറച്ച് ആക്റ്റീവ് ഒക്കെ ആയിരുന്നു. പള്ളിയിലെ അച്ഛനെ വിശ്വാസപരമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഉത്തരം പറയുകയും ഒക്കെ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു കുട്ടി തന്നെയാണ്. പിന്നെ നമ്മൾ അങ്ങനെ കൂടുതലായിട്ട് ഇപ്പൊ അവര് കഴിഞ്ഞ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞ പോലെ തന്നെ അപ്പൊ എന്റെയും ഒക്കെ കൂട്ടുകാരനായിട്ട് KCMലും ഒക്കെ ഉണ്ടായ വ്യക്തിയാണ് ആ കുട്ടിയുടെ അപ്പൻ ജെയിംസ് എന്ന് പറയുന്നത്. സാധാരണക്കാരൻ നമ്മളെ പോലെ തന്നെ. അപ്പോൾ അറിയാലോ, ഓട്ടോറിക്ഷ ഓടിച്ച് അതേ രീതിയിൽ തന്നെ. അപ്പൊ അവര് പറഞ്ഞ പോലെ തന്നെ കൃത്യമായ പ്രാർത്ഥന, അതായത് സമയത്തിന് ഇപ്പൊ എല്ലാ വീടുകളിലും കുടുംബത്തിൽ 7 മണി പ്രാർത്ഥന ഇല്ലെന്നു. അങ്ങനെ ഇല്ലെങ്കിൽ പോലും അവർക്ക് വിശ്വാസമുണ്ട്. പക്ഷെ അപ്പോൾ കുറച്ചുകൂടി കൂടി അവര് ഇതിനുമുള്ള അച്ഛന്മാരായിട്ടും എല്ലാവരുമായിട്ടും അങ്ങനെ ഒരു ഇതില്ല. അവരെല്ലാ കാര്യത്തിലും സഹകരിച്ചും എല്ലാം സാധാരണ പോലെ തന്നെ എല്ലാം ചെയ്തു പോകുന്നൊരു വ്യക്തി കൂടിയാണ്. പിന്നെ ഈ പറഞ്ഞ നമ്മുടെ പള്ളി കുറച്ചും കൂടി ഫേമസ് ആയി. ഇന്ന് തന്നെ നിങ്ങൾ കണ്ടു കാണും, നിറച്ച് ഞങ്ങളപ്പോൾ കുർബാനയൊക്കെ വരുമ്പോൾ ഞങ്ങളെ മുമ്പിലേക്ക് വരിക. അപ്പൊ ഇതൊരു ഒരുക്കം പോലെ തോന്നി. ഇപ്പൊ അച്ഛനും ഇങ്ങനെ പല കാര്യങ്ങളോട് ചെയ്തു. കസേരകൾ മേടിച്ചു, പിന്നെ ഇവിടെ ടോയ്ലറ്റൊക്കെ ക്ലിയർ ആക്കി, പിന്നെ അവിടെ പരിസരങ്ങൾ ക്ലിയർ. അത് നമ്മൾ ഇതിനു വേണ്ടി ഒരുക്കിയില്ല, പക്ഷെ നമ്മൾ ഇതിന്റെ ഒരു ഒരുക്കമായിട്ട് ചെയ്തതുപോലെ നമുക്ക് ഫീൽ ചെയ്തു. അല്ല ഇപ്പൊ അച്ഛനും ഞങ്ങൾ സംസാരിച്ചതാണ് എന്തോ നമ്മളൊരു ഒരുക്കം. അച്ഛൻ വന്ന ശേഷം ഇതിനുവേണ്ടി എന്തോ ഒരുക്കി. വണ്ടിയൊക്കെ പോകാനായിട്ട് അങ്ങനത്തെ സൗകര്യങ്ങൾ, പുറകിൽ പാർക്കിംഗ് ഇഷ്ടംമാരുണ്ടെങ്കിലും യാത്ര ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മുടെ ഇടവക്കാർ തന്നെ വണ്ടിയൊക്കെ വിട്ടിട്ടൊക്കെ കയറി വരുന്നു, ബൈക്കും കാറൊക്കെ. പക്ഷെ ഇപ്പൊ അത് ചെയ്തു. പിന്നെ ടോയ്ലറ്റുകളൊക്കെ അത്യാവശ്യം നമ്മളങ്ങനെ ഇല്ലല്ലോ. ഇപ്പൊ 250 വീടുകളുടെ ഇടവേളയിൽ കുറച്ച് ചുരുക്കം ആളുകൾ വരുന്നു, 2 കുർബാനയുണ്ട്, ചുരുക്കം ആളുകൾ വരുന്നു. അപ്പൊ അവര് തന്നെ ഇപ്പൊ 1 മണിക്കൂറിലെ ടോയ്ലറ്റ് ഒന്നും പോകാനുള്ള സാധ്യത ഇല്ല. അവര് പോകും. ഇത്രയും ആളുകളുണ്ട്. ഞങ്ങള് വന്നിട്ട് പോലും ഞങ്ങൾ കുർബാനയ്ക്ക് കൂടെ എത്തിയായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അകത്തേക്ക് കയറാൻ പോലും ഒരു ഇഞ്ച് സ്ഥലം ഉണ്ടായില്ല.
പുറത്ത് നിൽക്കാൻ സ്ഥലം ഉണ്ടായില്ല. ഞങ്ങൾ എന്നിട്ട് മേടയുടെ സൈഡിൽ നിന്നിട്ടൊക്കെയാണ് വിശുദ്ധ കാണേണ്ടി വന്നത്. മേടയുടെ ഫ്രണ്ടിലും ആൾക്കാരായിരുന്നു. അപ്പൊ ഇത്ര ആൾക്കാർ ഞങ്ങൾ പ്രതീക്ഷിച്ചു ഈ ഞായറാഴ്ച ഇത് പ്രതീക്ഷിച്ച് ഒരുപാട് പേര് പുറമേ നിന്ന് വന്നിട്ട് ഇപ്പൊ വന്നില്ല. കരുനാഗപ്പള്ളി, അട്ടപ്പാടി, തിരുവല്ല. ശേഷം ഇപ്പൊ നിങ്ങൾ കണ്ടുവേണം അപ്പൊ തന്നെ അവിടെ അച്ഛന്മാർ വന്ന് അത് കൊണ്ടുപോയായിരുന്നു. പക്ഷെ അത് ഡോർ അടിച്ചിട്ട് കുറെ ആൾക്കാർ വയലന്റ് വെച്ചാൽ അങ്ങനെയല്ല, അവരിങ്ങനെ ദൂരങ്ങളിൽ നിന്ന് വന്നിട്ട് അവരൊരു വിഷമം നമ്മളിലേക്ക് അവർ പറഞ്ഞായിരുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഇതിങ്ങനെ 3 ആഴ്ച കാണിച്ചാണ്. അപ്പൊ അവര് പറഞ്ഞു അത് നിങ്ങളല്ലേ കാണിച്ചത്, ഈ ഇടവക്കാരല്ലേ കാണിച്ചത്, ഞങ്ങൾ ഇത്രയും ദൂരം വന്നിട്ട്. അപ്പൊ അവരൊരു ബുദ്ധിമുട്ടുണ്ടാണ്. അപ്പൊ അവർ പറയുകയും ചെയ്തു. അപ്പൊ അവരൊരു കാര്യം പറഞ്ഞു, മനസ്സിലാക്കേണ്ടത് ഇത്ര ജനങ്ങളുടെ മുമ്പിൽ, അതായത് മാധ്യമങ്ങൾ ഉണ്ടായിരുന്നു, വീഡിയോസ്, പക്ഷെ എന്നിട്ടും ആ ഒരു അത്ഭുതം അല്ലെങ്കിൽ ആ ഒരു രൂപമാറ്റം തിരുവോസ്തിക്ക് സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയത്. അതായത് എനിക്ക് തോന്നുന്നു പലപ്പോഴും പലരും വിശ്വസിച്ച കാര്യം 3 ആഴ്ചകൾ നടന്നു, അന്ന് ആരും ഉണ്ടായില്ല, ഈ ആഴ്ച എന്തായാലും എല്ലാവരും അറിഞ്ഞു, ഈ ആഴ്ച നടക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങളടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും ചിന്തിച്ചു വന്നത്. പക്ഷെ എങ്കിലും ഇവിടെ ഒന്ന് വിശുദ്ധ ഖുർആൻ അറബിക്ക് കാണാം എന്നൊരു ഇതിലൂടെയാണ് ഞങ്ങൾ മാധ്യമങ്ങളിലൂടെ നിന്ന് തിരിച്ചത്. പക്ഷെ സംഭവിച്ചു എന്ന് ഒരിക്കലും പ്രതീക്ഷയില്ല സംഭവിക്കും എന്നുള്ളത്. പക്ഷെ ഈ ആഴ്ച എനിക്ക് തോന്നുന്നു അതിൽ നിന്ന് ഇപ്പൊ കഴിഞ്ഞ 3 പ്രാവശ്യം തിരുവോസ്തിയാണെങ്കിലും ഈ പ്രാവശ്യം ആ കുട്ടിയുടെ കയ്യിലൊരു അത് കുറിച്ച് കണ്ടായിരുന്നു, നേരത്തെ കണ്ടായിരുന്നു. ഞാൻ കണ്ടായിരുന്നു. കുട്ടി എന്താണ് ഈ പ്രാവശ്യം ഭയങ്കര ടയേർഡായിട്ടിരിക്കണ്. പക്ഷെ കഴിഞ്ഞ വർഷം നല്ല ബോൾഡായ കൊച്ചാണ്. വേറെ ഏതൊരു കുട്ടിയാണെങ്കിലും ഒരു പ്രാവശ്യം 2 പ്രാവശ്യം സംഭവിക്കുമ്പോൾ തന്നെ കൊച്ചിന് ഫ്ലാറ്റായി പോകും. പക്ഷെ ഈ കൊച്ചു നല്ല ബോൾഡായ കൊച്ചാണ്. എന്തിനും നല്ലോണം കാരണം സംസാരിക്കാനും ഏത് പ്രവർത്തനത്തിനും, ഇപ്പൊ ഞങ്ങളുടെ യൂണിറ്റ് പ്രവർത്തനത്തിനും എല്ലാത്തിനും നല്ല ആക്റ്റീവായ കൊച്ചാണ്. ഒരിക്കലും തളരില്ല. ഞാൻ ഇന്ന് നോക്കിയപ്പോഴും മേടയിലൊക്കെ നമ്മൾ പറഞ്ഞു വിട്ടായിരുന്നു. അപ്പനെയും കൊച്ചിനെയും അമ്മേനും കൂടി ഞങ്ങൾ മേടയൊക്കെ ബാക്കിലോട്ട് പറഞ്ഞു വിട്ടായിരുന്നു. ആളുകൾ ഇങ്ങനെ തിങ്ങി വന്നപ്പോഴേ ആൾക്കാർ ചോദിച്ചു വന്നോ വെച്ചപ്പോൾ കണ്ടിട്ട്. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ബാക്കിൽ പോയിരുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും പോയതിനു ശേഷം ഞാൻ ആ ബാക്കിൽ ചെന്നായിരുന്നു, പുറകെ ചെന്ന്. അപ്പൊ ഞാൻ മോളോട് ചോദിച്ചു, മോൾക്ക് എന്താ പറ്റിയ? പെട്ടെന്ന് അവിടെ ആയ ഇങ്ങനെ ടയേർഡായിട്ടിരിക്കണേ. അപ്പൊ എനിക്ക് വയ്യ അങ്കളയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചെന്ത് പറ്റി? അപ്പോഴാ പറഞ്ഞ എന്റെ കയ്യിൽ ഇങ്ങനെ ഒരു തിരുമുറിവ് പോലത്തെ ഒരു മുറിവ് വന്നിട്ടുണ്ട്. അപ്പൊ ഇന്നലെ അതിന്റെ ഒരു വേദന സഹിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ ഇങ്ങനെ. അപ്പൊ അച്ഛൻ പറഞ്ഞാൽ അറിഞ്ഞായിരുന്നു. അച്ഛൻ അപ്പൊ തന്നെ ലൂർദ് ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്തിട്ടുണ്ട്, ഡോക്ടറിനെ റെഫർ ചെയ്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വണ്ടി വിളിച്ച് കൊച്ചിനെ ലൂർദ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിക്കണം പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ അപ്പൊ ആ വണ്ടി വിളിച്ചിട്ടും പക്ഷെ ഇതും തിരുവോസ്തി കാണാൻ പറ്റാത്തതുകൊണ്ട് ആളുകൾ കൊച്ചിനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് കുറെ അമ്മമാര് ഫോട്ടോ എടുക്കാനും. അപ്പൊ നമ്മൾ ഫോട്ടോ എടുക്കണ്ട, കൊച്ചിനെ വേണേ കാണിച്ചാൽ. അപ്പൊ ഒരു അമ്മൂമ്മ വന്നിട്ടും അമ്മൂമ്മയുടെ ബർത്ത്ഡേ ആണ്, കൊച്ചിന് കുറച്ച് ചോക്ലേറ്റ് കൊടുക്കണം. അങ്ങനെ ആ ചോക്ലേറ്റ് ഒക്കെ മേടിച്ച് ഞാൻ കൊച്ചിന് കൊടുത്ത് പൊടിപ്പിച്ചു. വേറെ ആൾക്കാരെല്ലാവരും ജസ്റ്റ് ഒന്ന് കാണാം കൊച്ചിനെ. നമ്മൾ കൊച്ചിന് കഴിഞ്ഞ വർഷമൊക്കെ എനിക്ക് നല്ലോണം കാണാമായിരുന്നു. കഴിഞ്ഞ വർഷം ഇവിടെ വന്നിരുന്ന് വെച്ച് നമ്മൾ ഇന്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ ഞങ്ങളൊക്കെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, നല്ല ഇന്റർവ്യൂ എന്ന് വെച്ചാണ്. പക്ഷെ ഇന്ന് കൊച്ചു ഭയങ്കര ടയേർഡായിരുന്നു, പതിവില്ലാത്ത ടയേർഡ്. അപ്പോഴാണ് അറിയണത് ദൈവം കർത്താവ് കൊച്ചിനെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ഒന്ന് ഫോട്ടോ എടുത്തോട്ട് വെച്ചപ്പോൾ കൊച്ചു പറഞ്ഞാൽ എടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഫോട്ടോ എടുക്കുക. എന്താണ് ഇങ്ങനെ ഇത്രയ്ക്കും വേദന, ഒരാളുടെ മുറിവ് എന്താണെന്ന് ആലോചിച്ചു. അതായത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇങ്ങനെ ദിവ്യാന അത്ഭുതങ്ങൾ സംഭവിക്കുന്ന വ്യക്തികളിൽ ഒരുപക്ഷെ ഒരു പഞ്ചക്ഷതം. ഇതിപ്പോ നമുക്ക് അങ്ങനെയൊന്നും പറയാനും പറ്റില്ല, കാരണം എന്താണെന്ന് പോലും അറിയാൻ പറ്റില്ല. ഇത് അതുമായിട്ട് രീതിയിലുള്ള സഭാപരമായ പഠനങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടൊക്കെ പറയാൻ പറ്റുള്ളൂ. എങ്കിലും ഒരു കാര്യം പറഞ്ഞു, ഇങ്ങനെ കേട്ടിട്ടുണ്ട് പലരിലും ഇങ്ങനെ പഞ്ചക്ഷതം സംഭവിക്കുന്നു, മുറിവുകൾ പോലെ വരുന്നു എന്നൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇതൊന്നും ആധികാരികമായിട്ട് നമ്മളൊരു ഇന്റർവ്യൂവിൽ പറയുന്നതല്ല, സഭയുടെ അത് പഠനത്തിന് ശേഷം മാത്രമേ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. എങ്കിലും ഇങ്ങനെ സംഭവിച്ചത് കണ്ട് നമ്മളൊന്ന് റിപ്പോർട്ടിംഗ് എന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഒന്ന് കാണിച്ചു തരാൻ പറ്റും? ഇത് തീർച്ചയായിട്ടും കാണാൻ പറ്റും അല്ലെ? ഒരു കയ്യിലൊരു ചെറിയൊരു അല്ലേ? ഇത് നല്ല പെയിൻ ഉണ്ടായിരുന്നാണോ? കൊച്ചു നല്ല പെയിൻ ഉണ്ടായിരുന്നു. ഇതിന്റെ പെയിനിലാണ് കൊച്ചു ക്ഷീണം. ക്ഷീണം ഇത്തിരി ദിവസം ഇല്ലാത്ത ഭയങ്കര പെയിൻ. ഒറ്റ കയ്യിൽ മാത്രമേ ഉള്ളൂ. നല്ല പെയിൻ ഉണ്ടായിരുന്നു. അതിന്റെയാണ് ആ കൊച്ചിന് ഭയങ്കര പ്രശ്നം. അതെ 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 കറക്റ്റ് ആവുന്നുണ്ട്. തിരുവോസ്തി സ്വീകരിച്ചൊന്നും ആവില്ലായിരുന്നു. നാവിൽ സ്വീകരിച്ച് ബ്ലഡ് നാട്ടിൽ വന്നു. മൂന്നാമത്തെ പ്രാവശ്യം ഇത് ക്ലിയർ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു മാംസം അതിന്റെ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ ഇപ്പൊ എല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോ തികച്ചും രണ്ടാമത്തെ പ്രാവശ്യം 1-ാമത്തെ പ്രാവശ്യം സംഭവിച്ചതുപോലെ നമ്മള് ചുരുണ്ട് ചെറിയൊരു ഭാവം മാത്രം കിട്ടിയിട്ടുള്ളൂ. ആദ്യം പേരും കാണേണ്ടില്ല, ഞാനും സോബിനും ഞങ്ങൾ 2 മാത്രം കാണുന്നുള്ളൂ. കിട്ടി, ദൈവത്തിന് നന്ദി പറയണം. കാരണം ശരിക്കും കാണാൻ പറ്റി. നല്ല ഇപ്പോഴും പള്ളിയിൽ ഇപ്പൊ ദിവ്യാരണ്യം ആരാധന നടക്കുന്നുണ്ട്, എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട്.
ഇപ്പൊ ഈ ദിവസങ്ങളിൽ എടുത്തു വെച്ചിട്ടുണ്ട് അച്ഛന് ആരാധന എടുത്തു വെച്ച് വൈകുന്നേരം സമയം വരെ കൊടുത്തിട്ടുണ്ട് ആൾക്കാർക്ക് വന്ന് പ്രാർത്ഥിക്കാൻ ഒരുപാട് പേര് പ്രാർത്ഥിക്കാൻ കുറെ ആൾക്കാർ അവിടെ നിന്ന് ഇപ്പൊ കഴിഞ്ഞ ദിവസം ശ്രീലങ്കയിൽ നിന്ന് ഒരു ഫാമിലി കുറച്ച് ആൾക്കാർ വന്നെന്ന് പറഞ്ഞു. പിന്നെ പല സ്ഥലത്തും ആൾക്കാർ ഇപ്പൊ മാടവന ദേവാലയം എന്നുള്ളത് ഇപ്പൊ ലോകം മൊത്തം അങ്ങനെ ഒരു ഇതിലേക്ക് ആദ്യം ഇന്റർവ്യൂവിൽ പറഞ്ഞു തന്നെ അധികം ആരാലും ശ്രദ്ധിക്കപ്പെടാതിരുന്ന ഒരു ദേവാലയത്തെ ഇന്ന് ലോകം മുഴുവനും ദൈവം അറിയപ്പെടുന്ന ഒരു ഉയർത്തി എന്നുള്ളത്. ഇപ്പോൾ ഈ നമ്മുടെ പള്ളിയിലെ കൈക്കാരന്മാർ നമ്മൾ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു വിശ്വാസ തലത്തിലേക്ക് നമ്മൾ ഉയർത്തുന്നതാണ്. പക്ഷെ ഇപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യം, ഇത് കത്തോലിക്ക സഭയുടെ ഒരു ഔദ്യോഗിക അത്ഭുതമായിട്ട് ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല. അത് സ്ഥിരീകരിക്കുന്ന ഒരുപാട് കടമ്പകളുണ്ട്. ഇപ്പോഴും ഈ ഒരു തിരുവോസ്തി ഇപ്പൊ തന്നെ രൂപതയിൽ നിന്ന് ആരെയും കാണിക്കാതെ, മാധ്യമങ്ങളോ ഫോട്ടോയിലോ ഒന്നും കാണിക്കാതെ അപ്പോൾ തന്നെ രൂപത കമ്മീഷൻ അതിന്റെ അംഗങ്ങൾ വന്ന് തിരുവോസ്തി രൂപതയിലേക്ക് ആ നിമിഷം തന്നെ കൊണ്ടുപോയി. ഇത് അവിടുത്തെ പഠനങ്ങൾ റിപ്പോർട്ടുകളെല്ലാം വന്നതിന് ശേഷം രൂപതയെ തന്നെ വത്തിക്കാന്റെ അനുമതിയോടുകൂടി എന്താണ് സംഭവിച്ചത് എന്നുള്ള കൃത്യമായ കാര്യങ്ങൾ രൂപത അറിയിക്കും. അതിനുശേഷമാണ് എന്താണ് യഥാർത്ഥത്തിൽ ഈ തിരുവോസ്തി സംഭവിച്ചത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, തിരുവോസ്തിക്ക് രൂപമാറ്റം സംഭവിച്ചു. അത് ഇവിടെയുള്ള ജനങ്ങളെല്ലാം നേരിട്ട് കണ്ടതാണ്. അത് കണ്ടവരും അനുഭവിച്ചവരൊക്കെയാണ് അടുത്തിരിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല. കഴിഞ്ഞ 4 ഞായറാഴ്ചകളിലായിട്ട് പള്ളിയിലും ഒരു ദിവസം സ്കൂളിലുമായിട്ട് തിരുവോസ്തിക്ക് രൂപമാറ്റം സംഭവിച്ചു. അത് വീട്ടിലല്ല, അത് ദേവാലയത്തിലാണ്. ആയിരക്കണക്കിന് ആളുകളുടെ നടുവിൽ വെച്ചാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. അതിൽ മാത്രം ഒരു മാറ്റമില്ല. പക്ഷെ സഭ ഇതിനൊരു ഔദ്യോഗികമായ അത്ഭുതമായി സ്ഥിരീകരിക്കണമെങ്കിൽ ഇനിയും കടമ്പകൾ കടക്കണം. അതിനുശേഷമാണ് ഇതൊരു അത്ഭുതമായിട്ടും വണങ്ങാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. പക്ഷെ ഇപ്പോഴും ഒരുപാട് പേര് പള്ളിയിലേക്ക് വരുന്നു. അവരുടെ എനിക്കൊന്ന് വികാരിച്ച് ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ്, അവരുടെ മുമ്പിലുള്ള അത്ഭുതം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ രൂപമാറ്റം സംഭവിച്ച തിരുവോസ്തി എന്നതല്ല, അവിടെ ഇരിക്കുന്ന സക്രാരിലിരിക്കുന്ന തിരുവോസ്തി, അതൊരു വലിയൊരു അത്ഭുതമാണ്. ഇപ്പോഴും ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ആളുകളോടൊക്കെ പറയുന്നു, പലപ്പോഴും ഈ തിരുവോസ്തി കാണാൻ വന്ന ആളുകൾക്ക് നിരാശരായി മടങ്ങിപ്പോയ ആളുകളോട് വികാരിച്ചൻ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ കാണേണ്ടത് ആ തിരുവോസ്തിയാണ്, അൾത്താരയിൽ എഴുന്നള്ളിച്ച് വെച്ച തിരുവോസ്തി, അതിൽ അത്ഭുതമാണ്. അതാണ് അത്ഭുതം. ആ അത്ഭുതത്തിലേക്ക് നോക്കി വേണം വിശ്വാസികൾ വരാനായിട്ട്. ഇതിപ്പോ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ റിപ്പോർട്ടിംഗ് ചെയ്യുന്നതിന്റെ പുറത്തൊരു അത്ഭുതമല്ല. ആ കുട്ടിയെ സംബന്ധിച്ചോളം അതൊരു അത്ഭുത കുട്ടി എന്ന് പറയാനായിട്ടില്ല. ഇത് ജനങ്ങളെ സംബന്ധിച്ചോളം ഇതൊരു അടയാളം ദൈവം നൽകും. പല കാലഘട്ടങ്ങളിലായിട്ട് വിശ്വാസികൾക്ക് പല രീതിയിൽ ദൈവം അടയാളങ്ങൾ നൽകിയിട്ടുണ്ട്. അത് വിശ്വാസത്തിലേക്ക് ജനങ്ങൾ അല്ലെങ്കിൽ കടന്നു വരാൻ വേണ്ടിയാണ്. ഇന്ന് ഈ ഒരു ദേവാലയത്തിൽ ഇന്ന് കുർബാനയ്ക്ക് ഇപ്പോൾ കൈക്കാരന്മാർ പറഞ്ഞത് അത് തന്നെയാണ്. ഒരുപാട് മേഖലയിൽ നിന്ന് വിശ്വാസത്തോടെ ജനങ്ങൾ ഈ പള്ളിയിൽ വന്ന് വിശുദ്ധ കുർബാന കാണാനായിട്ട് എത്തി എന്നുള്ളത്, അത് ഒരുപാട് പേരിൽ വിശ്വാസം ഉണ്ടാക്കി, ഒരുപാട് പേരിലേക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കി. അടയാളങ്ങൾ തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നതും പ്രവർത്തിക്കുന്നതും. നമ്മുടെ എല്ലാം ദേവാലയങ്ങളിൽ നടക്കുന്ന ഓരോ ദിവ്യബലിയും ഇതുപോലുള്ള ഒരു അത്ഭുതമാണ്. നമ്മൾ സ്വീകരിക്കുന്ന ഓരോ തിരുവോസ്തിയും ഇതുപോലൊരു അത്ഭുതം തന്നെയാണ് എന്ന വിശ്വാസത്തോടെ നമുക്ക് സ്വീകരിക്കാം. നന്ദി.